ഇന്ന് നമ്മുടെ ചാനലില് ഞാനും ഉണ്ട്. അപ്പോൾ എന്റെ ചാനലിൽ അമ്മ കുക്ക് ചെയ്തു, അപ്പൊ അമ്മയുടെ ചാനലിൽ ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ഞാനിത് ഓൾറെഡി കുറെ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, പക്ഷെ അമ്മ പിന്നെ ഇവിടെ ഇന്ന് ഭയങ്കര ചൂടുണ്ടോ, ഭയങ്കര ചൂട് തുടങ്ങി. ആക്ച്വലി ഇത് ഹോളി കഴിഞ്ഞാൽ എപ്പോഴും ചൂട് തുടങ്ങും, നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഹോളി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചൂടിലേക്ക് ഇന്ന് ചൂടായ കാരണം വേറെ ഒന്നും ഉണ്ടാക്കാൻ വയ്യ. അപ്പൊ വിചാരിച്ചു ഒരു തൈര് സാധനം, ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ മുന്നേ നമ്മുടെ വണ്ടർലാൻഡ് കാണുന്നവർക്ക് അറിയുണ്ടാവും, എപ്പോഴും ഞാൻ ഈ ചൂട് തുടങ്ങിയ തൈര് സാധനമാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ? ഈ തൈര് സാധനം കഴിച്ചിട്ടില്ല. ഇത് എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓത്തന്റിക് തൈര് സാധനമാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ചിക്കൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വാങ്ങിച്ച ചിക്കൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അത് എയർ ഫ്രയറില് വറക്കാണ്. ചിക്കന്റെ കാല്, ലെഗ്സും അതൊക്കെ. അപ്പൊ 65 പോലെയാണ് കൂടുതൽ ടേസ്റ്റ്. കുഞ്ഞ ബോൺലെസ് ചിക്കൻ ആയിരിക്കും തൈര് സാധനത്തിന് ടേസ്റ്റ്. അതില്ലെങ്കിൽ ഇങ്ങനത്തെ ചിക്കൻ പ്ലസ് പൊട്ടാറ്റോ ഉപ്പേരി. പൊട്ടാറ്റോ ഉപ്പേരി അടിപൊളിയാണ്. പിന്നെ അച്ചാറല്ലേ, കലമാങ്ങയുണ്ട്, പിന്നെ ഇരുമ്പാമ്പുളി അച്ചാറുണ്ട്. അത് ഇരുമ്പാമ്പുളി വാങ്ങിയതാണ്. അത് ഞാൻ പൊതുവേദിയിൽ കാണിച്ചിട്ടുണ്ട്. അത് ഇവിടെ കഴിഞ്ഞ വർഷം അമ്മ തന്നതാണ്. ഞാൻ അതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്രാവശ്യം അമ്മ വന്നിട്ട് അത് ഉണ്ടാക്കി. അല്ലാതെ അത് ഉണ്ടാക്കലുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി. അത് കുറച്ച് ദിവസം ഇരുന്ന് കുറെ കാലമായിട്ട് ഉണങ്ങിയ കാരണം ഒന്നും ഒരു ദിവസം കൊണ്ടൊക്കെ പിടിച്ചു അത്. അപ്പൊ ഇത്രയും സാധനങ്ങൾ മാത്രം മതി. പിന്നെ മുളക് വറക്കണമെങ്കിൽ വറക്കും. പക്ഷെ ഇതിനൊന്നും ആവശ്യമില്ല. വെറും തൈര് സാദും പൊട്ടാറ്റോ ഉപ്പേരി അല്ലെങ്കിൽ ഒരു കടുമാങ്ങ അച്ചാറും ഉണ്ടെങ്കിൽ അതെ ഇന്നത്തെ ലഞ്ച് കുശാലാവും. ചിക്കനും കൂടി ഉണ്ട്. അപ്പൊ പിന്നെ അത് ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പോ അതിന് വേണ്ടിയിട്ട് അവിടെ പൊട്ടറ്റോ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോറ് ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ചപ്പോൾ കുറച്ച് അധികമായിപ്പോയി. ബസ്മതി റൈസ് അല്ലെങ്കിൽ പൊന്നിയരി. ഞാൻ പൊന്നിയരി എടുക്കാറ്. ഇപ്പോൾ ഇവിടെ പൊന്നിയരി കഴിഞ്ഞ് ഇവര് മട്ടയാണ് കൂടുതൽ ചോറ് കഴിക്കുക. അപ്പൊ മട്ട റൈസ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ മട്ടയിൽ ഇത് ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ബസ്മതി റൈസ് വാങ്ങിച്ചു. പച്ചരിയായാലും കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ഇങ്ങനത്തെ വെള്ള റൈസ് വേണം, മട്ട ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ വാങ്ങിച്ച് കുറച്ച് അത്യാവശ്യം വെന്തോട്ടെ. ഫ്രൈഡ് റൈസ് പോലെയല്ല, ഒന്ന് ഉടങ്ങിയിരിക്കണം. അപ്പൊ അതുകൊണ്ട് അത് ഒന്ന് വെന്തോട്ടെ, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ആദ്യം നമ്മള് പുളിയില്ലാത്ത തൈര്, ഇതൊരു ഫുൾ തൈര് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫുൾ കപ്പ് 3 പേരുണ്ടല്ലോ. എത്രയും അത് ഇത്ര 400 ഗ്രാം. തീരെ പുളി പാടില്ല, നല്ല ഫ്രഷ് തൈര്. ഇനി നമ്മള് ഇതിലേക്ക് പാലൊഴിക്കണം. ശരിക്കുള്ള കേർഡ് റൈസിൽ പാലൊഴിക്കും, വെറും തൈര് മാത്രമല്ല പാലും ഒഴിക്കും. അപ്പൊ തിളപ്പിച്ച പാല് അത് ഒരു ഗ്ലാസ്സോ എത്ര വേണ്ട അതിനനുസരിച്ച്. പാലില്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഒഴിക്കാം കേട്ടോ, പക്ഷെ പാലാണ് അതിന്റെ ടേസ്റ്റ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന്റെ കട്ടയൊക്കെ ഇങ്ങനെ ഉടച്ച് കളയണ പോലെ കുറച്ച് വെള്ളത്തോടെയാണ് വേണ്ടത്. അമ്മക്ക് ഈ റെസിപ്പി അറിയാം? അമ്മ ഇങ്ങനെ ഞാൻ തൈര് സാധം ഉണ്ടാക്കാറില്ല. ഞാൻ അധികം ഗീതുമാണ് ഉണ്ടാക്കാറ്. അമ്മ അങ്ങനെ തൈര് സാധം ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കും തൈര് സാധം. അത് രണ്ടും പാലും തൈരും മാത്രമല്ല, കുറച്ച് ഉപ്പിടണേ. ഉപ്പിടാൻ മറന്നു. ആവശ്യത്തിന് ഉപ്പ്, കാരണം നമ്മൾ ചോറിൽ ഉപ്പിട്ടിട്ടില്ല. ഇത് ഭയങ്കര ഈസിയുള്ള സംഭവം. പക്ഷെ ഇതിൽ പാൽ ഒഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരിക. അതാണ് ചെറിയൊരു അതിന്റെ ട്രിക്ക് എന്ന് പറയുന്നത്. ഇതിൽ പുളി ഇല്ലാത്ത തൈര്. ഇത് ഞങ്ങള് പൊങ്കാലയ്ക്കൊക്കെ പോകുമ്പോഴേ ജയന്റെ അമ്മ ഉണ്ടാക്കിയത്. നമുക്കൊരു ഇതിന് പോകുമ്പോ പിക്നിക്കിനോ നല്ല ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ പോകുമ്പോ അത് ചീത്തയാവില്ലല്ലോ, പാല് പാർന്ന അധികം പുളി ഉണ്ടാവില്ല. പക്ഷെ മിത്തുവിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇവർ രണ്ടുപേരും ഇല്ലാത്ത സമയത്ത് ഞാൻ എപ്പോഴും ഉണ്ടാക്കും. ഇനി ഈ എന്താ പറയാ നമ്മുടെ ചോറ് അതൊന്ന്, അത് പിന്നെ ഓൾറെഡി കുഴഞ്ഞു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം. മുഴുവൻ ഇടുന്നുണ്ട്. നമ്മൾ 3 പേരുണ്ടല്ലോ. തൈരാണ് മുന്നിട്ട് നിൽക്കേണ്ടത്, ചോറല്ല കേട്ടോ. കുഴഞ്ഞ മാതിരിയാവും. അതുപോലെ നിൽക്കണം. പാലും തൈരുമാണ് കൂടുതൽ വേണ്ടത്. ചോറ് അങ്ങനെ ലൂസ് കൺസിസ്റ്റൻസി ആവണം, കട്ട ചോറ് ആവരുത്. ഇതുപോലെ ഇതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ച കാരണമാണ്. അല്ലെങ്കിൽ ആദ്യം അതൊക്കെ റെഡിയാക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് വറുത്തിടാം. അപ്പൊ നെയ്യിലോ നല്ലെണ്ണയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിവിടെ നെയ്യിലാണ് കേട്ടോ ചെയ്യണത്. നെയ്യോ അല്ല, നെയ്യ് പോരെ, നെയ്യാണ് സ്വാദ്. കുറച്ച് നെയ്യ് എടുക്കാം. കുറച്ച് കാഷ്യൂ
ഞാൻ വറക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇതൊന്നും നിർബന്ധമില്ല. പക്ഷെ പീനട്ട് വേണം. പീനട്ട് കുറച്ചൊരു ക്രഞ്ചി ടേസ്റ്റ്. ഞാൻ ഓൾറെഡി എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത് വെച്ച പീനട്ട്. അതിന് കുറച്ച് എന്താ പറയുക, തോലൊക്കെ കളയണം. എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തതാണ്. ബാക്കി കുറച്ച് കാഷ്യൂ, ഇനി കുറച്ച് കടുക്, പച്ചമുളക്, വേപ്പില, അപ്പം നമ്മൾ കാഷ്യൂ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പീനട്ട്സ് ഓൾറെഡി ഫ്രൈ ചെയ്തത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് വറവിട്ടു. ഇനി ഒരു കാഷ്യൂ, അതുപോലെ തന്നെ പീനട്ട്, അത് നല്ലോണം വേണം കേട്ടോ. കാഷ്യൂ ഇല്ലെങ്കിലും ഈ ഒരു പീനട്ട് നല്ലോണം വേണം. നമ്മുടെ കപ്പലണ്ടി എന്ന് പറയുന്ന സാധനം വറുത്തത് നല്ലോണം വേണം. പിന്നെ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് പോമോഗ്രാനൈറ്റ് ആണ്. ഇത് നന്നായിട്ട് കഴുകി പീലായിട്ടുള്ള കഴിഞ്ഞിട്ട് ഇതെന്താ വെച്ചാൽ അതിൻ്റെ ഇത് മൊത്തം ഒരു എന്താ പറയുക, ഒരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടാനും ഒരു സ്വീറ്റ് ക്രഞ്ച് കിട്ടാനുമാണ് ഈ പോമോഗ്രാനൈറ്റ് ഇടുന്നത്. വെറും കടലയാണെങ്കിലും കുഴപ്പമില്ല, കാരണം അതൊരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ പോമോഗ്രാനൈറ്റ് ഇടുമ്പോൾ ഒരു സ്വീറ്റ് ക്രഞ്ചിനെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതും കൂടെ തടി കൊടുക്കണം. പൊട്ടറ്റോ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനത്തെ ഉപ്പേരിയാണ് ടേസ്റ്റ്. ഉള്ളി ഒന്നും ഇടണ്ട, ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് അത് നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് നല്ല ടേസ്റ്റാണ് കേർഡ് റൈസിന് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഇന്നലത്തെ ചിക്കൻ കറിയും കൂടെ ഉണ്ട് അല്ലേ. മൊത്തത്തിൽ ഇന്ന് കേർഡ് റൈസാന്നേ ഉള്ളൂ, പക്ഷെ കുറേ വിഭവങ്ങളുണ്ട്. ചിക്കൻ ഫ്രൈ, പൊട്ടറ്റോ ഉപ്പേരി, അച്ചാറ്, ചിക്കൻ ഒന്ന് ചൂടാക്കട്ടെ. സ്പെഷ്യൽ ഞാൻ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ച് അച്ഛൻ്റെ കലാകാരൻ അതിൽ നല്ലോണം എന്തുണ്ട് അത് ഇട്ടോളൂ. യെസ്, തൈര് സാദം. സ്പൂണ് വേണം. തൈര് സാദത്തിന്റെ കൂടെ പൊട്ടറ്റോ ഉപ്പേരി, ലെമൺ പിക്കിളല്ല, ഇരുമ്പാമ്പുളി അച്ചാറ്, കടുമാങ്ങി ഉണ്ട്. പക്ഷെ ചിക്കൻ കറി, ചിക്കൻ പറ തൈര് സാദം എന്നുള്ള പേര്. ഇത് ബാക്കിയൊക്കെ ഗംഭീരമായി പോയത്. അവള് തൈര് കഴിക്കില്ല, അതുകൊണ്ട് അവൾക്ക് വേറെ. അവൾക്ക് ചിക്കൻ ഫ്രൈ. എന്ത് വേണം? അതെ, കഞ്ഞി തൊട്ടുകൂട്ടാൻ ചിക്കൻ കറി. അതേമാതിരി കേർഡ് റൈസ് അല്ലേ, കഴിച്ചോക്കൂ. ഞാൻ സ്പൂണ് തരാം. ടേസ്റ്റ് ഇല്ലേ? അതില് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. സാധാരണ കഴിക്കുന്നേക്കാളും ടേസ്റ്റ് ഇല്ലേ? പിന്നെ പാലുണ്ട്. അതാണ് ശരിക്കുള്ളതിൽ പാലുണ്ടാവും. തൈര്, പാല് അങ്ങനെയൊക്കെ ചേർത്ത്. ശരിക്കും ഇതിൽ കറിയൊന്നും വേണ്ട, വെറുതെ കഴിക്കാം അല്ലേ. ഇതിന് കടുമാങ്ങച്ചാറ് മാത്രമേ ഉണ്ട്. ചിക്കനൊക്കെ ശരിക്കും ഇതിന്റെ കൂടെ കോമ്പിനേഷൻ വരില്ല. അത്രയും കടുമാങ്ങ അതെ. ട്രെയിനൊക്കെ ഭക്ഷണം കഴിക്കാനേക്കാളും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ശേഷം ഒന്ന് പുറത്ത് പോയി പ്രശാന്ത് കോർണർ എന്നുള്ള സ്വീറ്റ് ഷോപ്പിൻ്റെ അവിടെ തന്നെ മുന്നേ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ ഷോപ്പിൽ ഞങ്ങൾ പോയിട്ടില്ല. ഇതിവിടെ കാർഗറിൽ തന്നെയാണ് അത്. അപ്പോൾ ഇതിൻ്റെ ഇതിലുള്ള എല്ലാവിധ സ്വീറ്റ്സുകളും ഇതപ്പോൾ ഇവർ അമ്മയും പേരക്കുട്ടിയും കൂടി ഇരുന്ന് അടിക്കുകയാണ്. എന്താണിത്? ഇതെവിടെ എന്താണ് മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാമ്പിളും തരും. സാമ്പിൾ തന്നിട്ട് തന്നെ നമുക്ക് വയറ് നിറയും. ആ സാമ്പിൾ കഴിച്ചാൽ തന്നെ എല്ലാറ്റിനും സാമ്പിൾ എടുക്കാം. പിന്നെന്താ, സാമ്പിൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വാങ്ങും. അത് അവർക്ക് അറിയാമല്ലോ. അതാണ് ആ ബിസിനസ് ട്രിക്ക്. എത്ര സാധനം വെച്ചാൽ അവർ ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ ചെല്ലുമ്പോഴേക്ക് തന്നെ അവരുടെ ആ സ്പെഷ്യൽ ജ്യൂസും ഒക്കെ എടുത്ത് ചെറിയ ഗ്ലാസ്സിൽ വെച്ചാലും അതങ്ങനെ എടുത്ത് കുടിക്കുക. എല്ലാം മധുരമയായിരിക്കും. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിലും എല്ലാം കഴിക്കാം. ഇത് കണ്ടോ, എല്ലാ സാധനങ്ങളും വെറൈറ്റീസ് ഉണ്ട്. കഴിഞ്ഞോ? ഒന്ന് കഴിഞ്ഞു. ഞാൻ ബാക്കി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നാൽ ഒരു കൺട്രോളും ഇല്ല. അതാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഇവിടെ സാമ്പിൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ വയറ് നിറയും. അതാണ് ഏറ്റവും അധികം ഇഷ്ടം. ഇത് ദൈവട കച്ചോരി വരുന്നത്
ഇവിടുത്തെ ദഹിവടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? ബോംബെയിലത്തെ ദഹിവട കേട്ടോ, അടിപൊളി കേട്ടോ. ഇതിപ്പോൾ ഇവിടെ അടുത്ത് തുടങ്ങിയതാണ്. അല്ല, അടുത്ത് തുടങ്ങി അധികകാലമായിട്ടില്ലേ തോന്നണം കേട്ടോ ഈ സ്ഥലത്ത്. ഇത് മുന്നേ താമസിച്ചിരുന്ന ഏരിയ അല്ലേ ഇത്? എന്താ അത്? നമ്മുടെ രാജ് കച്ചോരി. ഇതാണ് രാജ് കച്ചോരി. ഇത് ദഹിവട. ഓ, മിത്തു റബഡിയും ഇതും കഴിച്ചു. ജിലേബി. മിത്തുവിന് പിന്നെ ഇതും ദഹിവട. അത് നമ്മൾ രണ്ടുപേരും ദഹിവട പറഞ്ഞു. ഇതെന്താ കച്ചോരി? രാജ് കച്ചോരി. രമേശേട്ടന് വേറെ അതെന്താന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കാം. കുട്ടി മുത്തശ്ശൻ്റെ വക എന്തേലും? മുത്തശ്ശൻ്റെ വക എന്തേലും സ്പെഷ്യൽ? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എന്ന് ഞാൻ മേടിച്ചു തരാന്ന്. ആ, അപ്പൊ കൊടന്നില്ലേ പറയൂ കുട്ടിക്ക് എന്ത് വേണം. ഇതെന്താ വിത്ത് കുട്ടി? സേപ്പൂരി. ഇത് ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്തല്ലേ? മാഡത്തിന്റെ റിവ്യൂ ഒന്ന് കേൾക്കട്ടെ. സ്ഥിരമായിട്ട് ഈ ഏരിയയിലെ സ്ഥിരം കഥാപാത്രമാണ്, സ്ഥിരമായി കാണുന്ന ആളാണ്. ഇനി എന്താ വേണ്ടേ? ഒന്നും വേണ്ട, വേഗം വീട്ടിൽ ബോംബെയിൽ വന്നിട്ട് ഒന്നും മേടിച്ചു ഫുള്ളായോ? ബോംബെയിൽ വരുന്ന തന്നെ ഈ കഴിക്കാല്ല ഫുഡുകളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇവിടെ വന്നാൽ നമുക്ക് കുറേ വെറൈറ്റി ഫുഡുകളൊക്കെ കഴിക്കാം. പിന്നെ എന്താ വെച്ചാൽ കുറേ സ്ഥലം ഇപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ആ പുതിയ പാലം എന്താണ് എൻ്റെ പേര്, അടൽ സേതു കണ്ടു. അതൊരു പോയി ഒരു ഭയങ്കര ഒരു ഇതായിട്ട് ഒരു കടലിൻ്റെ മുകളിൽ കൂടി ഇത്രയും വലിയൊരു പാലം കെട്ടുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ അതിൽ കൂടി പോയപ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നി സംഭവം. അതെ. പിന്നെ അവിടെ പോയിട്ട് ഞങ്ങളൊരു സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുന്നേ ഉള്ളൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു. കുറേ ഫുഡുകളൊക്കെ കഴിച്ചിട്ടോ പ്രാവശ്യമല്ല, എന്ന് വന്നാലും തന്നെയാണ് ഫുഡടിക്കുക തന്നെയാണ് മെയിൻ പണി. ഫുഡടി കഴിഞ്ഞു. ഇന്നത്തെ ഫുഡടി കഴിഞ്ഞു. 2-4 ദിവസം ഇനി 4 ദിവസം കൂടി ഉള്ളൂ. അതാണ് ഒരു ഇത്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ 10 ദിവസം എന്ന് പറഞ്ഞ് വന്നിട്ട് 2 ആഴ്ച നിന്നു.